വാഹനമായ ടാങ്കറിന്റെ ഡ്രൈവറായി ഒരു വനിത. തിരുവനന്തപുരം മലയം ചൂഴാറ്റുപേട്ട അജിൻ നിവാസിൽ സുജയാണ് ഹെവി ടാങ്കർ വാഹനമായ ഐഷറിലെത്തി പെട്രോൾ പമ്പിൽ ഇന്ധനം നിറച്ച് ഡ്രൈവർ എന്ന ഇഷ്ടജോലി തന്റെ ജീവിത ലക്ഷ്യം നേടിയെടുത്തത്. സുജയ്ക്ക് കുഞ്ഞുനാളിലെയുള്ള ആഗ്രഹമായിരുന്നു വലിയ വാഹനം ഓടിക്കണമെന്നത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ അടുത്ത സ്ഥലം നോക്കി ഇരിപ്പിടം തേടും. പിന്നെ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോഴുള്ള കൈകാൽ ചലനങ്ങൾ ശ്രദ്ധിക്കും. ഡ്രൈവർ ആകണമെന്ന മോഹം കൊണ്ട് നടക്കുമ്പോഴാണ് തനിക്ക് കല്യാണ ആലോചന തുടങ്ങിയത്. തന്നെ കാണാനെത്തിയ ആളോട് പറഞ്ഞു, എനിക്ക് ഹെവി ഡ്രൈവർ ആകണം. ആഗ്രഹം സമ്മതിച്ചാൽ കല്യാണത്തിന് തയ്യാർ. തന്നെ കാണാനെത്തിയ ആൾ ഡ്രൈവർ ആയതിനാൽ അയാൾക്കും സമ്മതം. അങ്ങനെ കല്യാണശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു. ലൈസൻസ് എടുത്ത ശേഷം ടാക്സി ഓടിച്ചും സ്കൂൾ വാഹനങ്ങൾ ഓടിച്ചും സുജ ആദ്യ പടി കടന്നു. ഇപ്പോൾ ഹെവി എടുത്തിട്ട് 14 വർഷമായി. തുടർന്ന് കേരള തമിഴ്നാട് റോഡിൽ ലോറി ഓടിച്ചു തുടങ്ങി. 2022 സ്കൂൾ ബസ് ഡ്രൈവറായും സ്കൂൾ ടീച്ചറായും ഇരട്ട റോളിൽ തിളങ്ങി. ലോറി ഡ്രൈവറായി പലയിടങ്ങളിലായി പോകുമ്പോഴും ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നും കൊറോണ സമയത്തൊഴികെ നല്ല രീതിയിലുള്ള അംഗീകാരമാണ് കിട്ടുന്നതെന്നും സുജ പറയുന്നു. ഈ പ്രചോദനമാണ് ടാങ്കർ ലോറി ഓടിക്കുവാൻ ലക്ഷ്യമിട്ടത്. മറ്റു വാഹനങ്ങൾ ഓടിക്കുവാൻ ഹെവി ലൈസൻസ് മതിയെങ്കിലും ടാങ്കർ ലോറി ഓടിക്കുവാൻ ഹസാലസിന്റെ ലൈസൻസ് വേണം. അങ്ങനെ 1 വർഷം മുമ്പ് ഹസാലസിന്റെ ലൈസൻസ് എടുത്തെങ്കിലും 1 മാസം മുമ്പാണ് കാട്ടാക്കടയിലെ സ്വകാര്യ പമ്പിൽ ഡ്രൈവറായി ജോലി കിട്ടിയത്. ഇന്ത്യൻ ഓയിൽ ശ്രീറാം പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കറിൽ എറണാകുളം ഇരുമ്പന എന്ന സ്ഥലത്തു നിന്നും ഇന്ധനം നിറച്ച് തിരുവനന്തപുരം കാട്ടാക്കടയിലെ പമ്പിലെത്തിക്കും. സ്ത്രീ എന്ന നിലയിൽ എല്ലായിടങ്ങളിലും മുൻതൂക്കം ലഭിക്കുന്നുവെന്നും വനിതകൾ കൂടുതൽ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ രംഗത്തെത്തണമെന്ന് സുജ പറയുന്നു. സുജയുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല. വോൾവോ ഓടിക്കണം. അതിനുവേണ്ട അടുത്ത ചുവടുവയ്പ് നടത്തുകയാണ് സുജ. ഭർത്താവ് അൽഫോൺസ് സ്കൂൾ ഡ്രൈവറാണ്. മകൾ അഖിജ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും മകൻ അജിൻ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയുമാണ്. ഇവിടെ ഇപ്പോൾ 1 മാസമായി. അതിന് മുന്നേ ഞാൻ നാഷണൽ പെർമിറ്റ് ലോറി ഓടിച്ചുകൊണ്ടിരുന്നു. അതിന് സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാ ടാങ്കറിലോട്ട് വന്നു. ഹെവി എടുത്തിട്ട് 15 വർഷമായി. ടോട്ടലി ലൈസൻസ് എടുത്തിട്ട് 25 വർഷമായി. ഞാൻ ടാക്സിയാണ്. കാറ് ടാക്സി ആയിരുന്നു 4 വർഷം. പിന്നെ 11 വർഷം KSRTC കണ്ടക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറി ഫീൽഡിലേക്ക് വരുന്നത്. കേരള തമിഴ്നാട് ലോറി ഓടിച്ചുകൊണ്ടിരുന്നു. പിന്നെ 2022 ഞാൻ സ്കൂൾ ബസ്സിലേക്ക് കയറിയത്. അവിടെ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ പെർമിറ്റിൽ പോയി വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് വന്നിട്ടാണ് ഇപ്പൊ ടാങ്കറിലേക്ക് വന്നത്. ഇല്ല, മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാര്യം എവിടെ പോയാലും നല്ല റെസ്പെക്റ്റുള്ള ഒരു ഫീൽഡ്. കാര്യം ഞാൻ കൊറോണ സമയത്തൊക്കെ തമിഴ്നാട് കേരള ലോഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ പോലീസുകാരുടെ ഭാഗത്തു നിന്നാലും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആരുടെ ഭാഗത്ത് ബാഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് പോലീസിന്റെ ഭാഗത്ത്, അത് തമിഴ്നാട് പോലീസാണ്. അത് നമ്മള് എൻട്രി പാസ് എടുത്ത് കളിക്കാൻ വഴിയാണ് തമിഴ്നാട് പോയത്. തിരികെ ഞാൻ അരിങ്ങാവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് വന്നത്. ആ സമയത്ത് അവരെ അറിഞ്ഞിട്ടില്ല. നമ്മൾ രാത്രി ഒരു ലേഡി ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ അവരോളെയൊക്കെ വണ്ടി പിടിച്ചിടുമല്ലോ, വലിയ വണ്ടി പിടിച്ചിട്ട് ചെറിയ വണ്ടി വിടും. അപ്പൊ വലിയ ലോഡുള്ള വണ്ടി, ഇത് എന്റെ ലോറിയായിരുന്നു. പക്ഷെ ഞാൻ കോഴി ലോഡായതുകൊണ്ട് പിടിച്ചിടത്തില്ല എന്ന് കരുതി വന്നതും പോലീസ് ലാത്തിയെടുത്ത് ജനലെന്നും പറഞ്ഞ് അടിച്ചതാ. അപ്പൊ എന്റെ കയ്യിലാ കൊണ്ടത്. പക്ഷെ എന്നെ ആരെങ്കിലും ചെക്ക് പോസ്റ്റ് നടത്തി വിട്ടില്ല. തിരിച്ച് കളിക്കാനുള്ള വഴി തന്നെ വരേണ്ടി വന്നത്. അവരുടെ റെസ്ട്രിക്ഷൻ, അവരുടെ അന്നത്തെ കൊറോണ സമയത്തുള്ള ഒരു ഭാഗമായിട്ടാണ്. അല്ലാണ്ട് എനിക്കൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇരുമ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് പോയി എടുത്തിട്ട് വരുന്നത്. ഹെൽപ്പർ കൂടെ ഉണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് എത്തിക്കാൻ. ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 മാസമായി.